हरे कृष्णा प्रभु सन्माजी धन्यवाद प्रणാം. സോ ഇന്ന് നമ്മളുടെ സൺഡേ സത്സംഗ സംഘത്തിലേക്ക് ഒരു വിശിഷ്ട ഒരു ഭക്തനെയാണ് ഭഗവാന്റെ കൃപയാൽ നമ്മളുടെ കൂടെ ഇന്ന് അസംബിൾ ആയിരിക്കുന്നത്. അത് ഹിസ് ഗ്രേസ് യദുരാജ കൃഷ്ണദാസ് പ്രഭുവാണ്. അദ്ദേഹം മലേഷ്യയാണ്. ബേസിക്കലി അദ്ദേഹം മലേഷ്യയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ is a വളരെ സീനിയർ മോസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഹിസ് ഹോളിനെസ് ജയപ്രകാശ സ്വാമി ഗുരു മഹാരാജ്. അതുപോലെ തന്നെ മോർ ദാൻ 3 decades 30 വർഷത്തോളമായിട്ട് അദ്ദേഹം ഭക്തിയുത സേവനത്തിൽ വളരെ ഊർജിതമായിട്ട് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ മലേഷ്യയിലെ കൺവെൻഷണൽ പ്രോഗ്രാം ഉണ്ട്. അത് ഇസ്കോണിന്റെ വേൾഡ് ന്യൂസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊരു ഭയങ്കരമായ ഒരു ഗ്യാതറിംഗ് ഓഫ് ഡിവോട്ടീസ് ആണ്. ഒരുപാട് ഭക്തജനങ്ങൾ, അതായത് മുതിർന്ന അല്ലെങ്കിൽ സന്യാസി വര്യന്മാർ, വിവിധ മേഖലകളിലുള്ള ഒരുപാട് ഭക്തജനങ്ങൾ ആ കൺവെൻഷൻ സെന്ററിൽ പങ്കെടുക്കും. എല്ലാ വർഷവും ഒരു 3 days പ്രോഗ്രാമാണ്. ഓൾമോസ്റ്റ് ഒരു തൗസൻഡ്സ് ഓഫ് ഡിവോട്ടീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിന്റെ മുഖ്യ എന്താ പറയാ സംഘാടകനാണ് ഹിസ് ഗ്രേസ് യദുരാജ് പ്രഭു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ്ഡ് പ്രീച്ചിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രിസണിലാണ്, ജയിലിലാണ്. നമ്മളെല്ലാവരും ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, തെറ്റ് ചെയ്താൽ മാത്രമേ ജയിലിൽ പോവുള്ളൂ. പക്ഷെ പ്രഭു ഇസ് ഡിഫറെന്റ്ലി തോട്ട് ഓഫ് ദാറ്റ്. അപ്പൊ അവിടെ ഉള്ള ഓരോ ആത്മാക്കളെയും അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ കൃഷ്ണയെ കൊടുക്കുക എന്നുള്ള ഏറ്റവും പരമമായ ഒരു ധർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് പ്രകാരം അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പ്രിസണേഴ്സ് പ്രീച്ചിങ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഒരുപാട് ഡിവോട്ടീസിന്റെ ലൈഫിൽ അത് മാനസാന്തരം വരികയും അവർ ഭക്തിമാർഗം സ്വീകരിക്കുകയും ഹരിനാമത്തെ ആശ്രയിക്കുകയും ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ നമ്മൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഈ പറഞ്ഞ പ്രീച്ചിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൗത്ത് ഏഷ്യ, ഈ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം നമ്മളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുന്നു. അതുപോലെ തന്നെ ഈസ് വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് ജയസാഷി പ്രഭു ഓൾസോ. ജയസാഷി പ്രഭു മലേഷ്യ കൺവെൻഷൻ സെന്ററിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട അറേഞ്ച്മെന്റ്സും അതുപോലെ ഫെസിലിറ്റീസും ജയസാഷി പ്രഭുവിന് ഒരുപാട് അവിടെ ആരാധകരുണ്ടെന്നാണ് പ്രഭു പറയുന്നുണ്ടായിരുന്നത്. രാവിലെ ക്ലാസ്സിൽ പറഞ്ഞു ഒരുപാട് ഫോളോവേഴ്സ് വിത്ത് ജയസാഷി പ്രഭു ഇൻ മലേഷ്യ. സോ അതുപോലെ തന്നെ പ്രഭുവിന്റെ കൂടെ അദ്ദേഹത്തിന് എന്താ പറയാ അക്കമ്പനി ചെയ്ത് വന്നിരിക്കുന്ന ഹിസ് ഗ്രേസ് മാധവ ബ്രജസുന്ദര പ്രഭു. മായപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അദ്ദേഹം പഠിക്കുന്നത്. അദ്ദേഹം ഇസോളിന ജയപ്രകാശ സ്വാമി ഗുരു മഹാരാജിന്റെ ശിഷ്യനാണ്. ഈസ് എ ബെസ്റ്റ് കീർത്തനീയനാണ്. അതുപോലെ അദ്ദേഹം ഡിവോട്ടീസ്, അതായത് ഗുരു മഹാരാജിന്റെ പേഴ്സണൽ അസോസിയേഷനെ സർവീസ് ചെയ്യുന്ന സർവന്റ്. അപ്പൊ മഹാപ്രഭു പറഞ്ഞ പോലെ ദാസാന് ദാസോ, അതാണ് അദ്ദേഹത്തിന്റെ സേവ. സോ അദ്ദേഹത്തിനെ നമ്മൾ വാം വെൽക്കം ചെയ്യാം. യദുരാജ് പ്രഭുവിനെയും മാധവ സുന്ദര ബ്രജപ്രഭുവിനെയും ബൈ ഹരിനാം ഒരു പ്രാവശ്യം നമ്മൾ എല്ലാവരും ഉറക്കെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പ്രഭുവിന്റെ അടുത്ത്, പ്രഭുവിന്റെ എല്ലാ പ്രസന്റേഷൻസിലും പ്രഭു ഇതുപോലെ PPT പ്രിപ്പയർ ചെയ്യും. അതുപോലെ ഈ PPT ചുമ്മാ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് റിസർച്ച് ചെയ്താണ് പ്രഭു ഓരോ കാര്യങ്ങളും, അതിലുള്ള കണ്ടന്റ്സ്, അതിനകത്തുള്ള കൊട്ടേഷൻസ്, ശാസ്ത്രങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം പ്രസന്റ് ചെയ്ത് നമുക്കൊരു ക്യാപ്സ്യൂൾ പോലെ തരുന്നത്. സോ അതിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ഈ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നാളെ മറ്റന്നാൾ 3 ദിവസം പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് നമ്മളുടെ എന്താ പറയാ ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പോലെയാണ്. നമ്മളുടെ ജേർണി, സോൾ എങ്ങോട്ട് പോകും, എന്തായിരിക്കും നമ്മളുടെ ഡെത്തിന് ശേഷം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഹൈലൈറ്റ്സ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ നാളെ മുതലുള്ള സെഷൻസ് മിസ് ചെയ്യരുത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ഇതിന് ഏതാണ്ട് ഒരു 16 വർഷത്തോളം ഈ പറഞ്ഞ ഗരുഡ പുരാണം, ഈ പറഞ്ഞ ഓരോ സ്ക്രിപ്റ്റേഴ്സിനെയും സ്ക്രൂട്ടനൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് എടുത്തിട്ടാണ് ഈ പറഞ്ഞ ഒരു സ്ലൈഡ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമ്മൾ മിസ് ചെയ്യാതെ ഈ 2 ദിവസവും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭു, വാം വെൽക്കം. Hare Krishna. Om Agyanat Vrandasya Janandana Salatai Chaksuran Militam Yena Tasya Sri Guruvi Namao Vishwapadaya Vishwapadaya
Srimati Bhakti Vedanta Swami Namani Namaste Saraswati Devi Guruvani Vichara Vishesha Srinivadi Pasate Visata Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Saraswati Gaura Bhakta Hare Krishna 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 Hare 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 Rama Rama Hare Hare Sri Guru Charana Padma Kevala Bhagati Satma Bandhamaya Savadana Mate Jara Prasadevai Eva Turiyaja Krishna Prapti Hoija Bhakti Krishna Prapti Hoija Bhakti Shloka Ki Jai Hare Krishna സന്ധിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന്. So, Prabhu புடவை பேசிட்டாரு, ரொம்ப போய் ഞാൻ കുറച്ച് കള്ളമൊക്കെ പറഞ്ഞു. நீங்க ஒரு 10% எடுத்தா போதும். അതിൽ നിന്ന് ഒരു 10% എടുത്താൽ മതി എന്നാണ്. ஆனா இவரை பத்தி உண்மை பேசணும். മാധവ പ്രഭുവിനെ പറ്റി സത്യമാണ് പറഞ്ഞെന്നാ പറയുന്നത്. So, மனுஷங்க எனக்கு இந்த மலையாளி தெரியாது, മലയാളം എനിക്ക് അറിഞ്ഞൂടാ. தமிழ் பேசுறது ஓகே. So, இன்னைக்கு நம்ம ஒரு முக்கியமான தலைப்பை நம்ம பார்க்க போறோம். ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഗഹനമായിട്ട് നോക്കാൻ പോകുന്നത്. யாரு இவரு? கேட்கிறவங்கள ஒரு கேள்வி, ஷீலா பிரபுபாத் யாரு? ശീല പ്രഭുപാദർ ആരാണ്? സ്ഥാപക. வேற ശീല പ്രഭുപാദ ഡയറ്റി ശീല പ്രഭുപാദാണ്. ഡയറ്റി മീൻസ് ഇറ്റ്സ് എ വിഗ്രഹം. ഭാഗവതം ഭഗവത്ഗീത റോഡ്. So, Prabhupada actually நீங்க சொன்னது ரைட் தான். നമ്മളെല്ലാം പറഞ്ഞതെല്ലാരും ശരി തന്നെയാണ്. ஆனா Prabhupada உண்மையிலேனா அவர் மஞ்சாரி ഗോലോകമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് മഞ്ചരിയാണ് ഗോലോകത്തിലെ. மஞ்சரினா கிருஷ்ணாக்கு தொட்டு செய்துங்க ராധാராணി கோபி. മഞ്ചരീസ് എന്ന് പറഞ്ഞാല് കൃഷ്ണനും രാധാറാണിക്കും നേരിട്ട് സേവനം ചെയ്യുന്നവരാണ്. ഗോപീസ്ക്ക് തൊട്ട് സേവന മഞ്ചരി. ഗോപീസിന് തൊട്ട് സേവനം ചെയ്യുന്ന നേരിട്ട് സേവനം ചെയ്യുന്നവരാണ് മഞ്ചരീസ്. മഞ്ചരി ആകുമ്പോ വയസ്സ് എന്നാ ഒരു 5 വയസ്സ് 6 വയസ്സ് 7. മഞ്ചരിമാരുടെ ഏജ് വയസ്സെന്ന് പറയുന്നത് വെറും 5 to 6 വയസ്സിന്റെ പ്രായമേ ഉണ്ടാവുള്ളൂ. இந்த ഭൂലോകത്തിലെ പ്രഭുപാദ ആ മഞ്ചരിയിൽ നിന്ന് ഒരു മഞ്ചരിയാണ് ശീല പ്രഭുപാദൻ. കൃഷ്ണ ഭഗവാൻ പ്രഭുപാദ കൂട്ടുന്ന നീ ഭൂലോകത്തിൽ പോ அப்படின்னா ഒരു പ്രാവശ്യം ഭഗവാൻ കൃഷ്ണൻ തന്നെ ശീല പ്രഭുപാദരോട് പറയുകയുണ്ടായി, നീ ഈ ഭൂലോകത്തിൽ വരണമെന്ന്. അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, വേണ്ട കൃഷ്ണ, അത് ഭയങ്കര മോശമായ സ്ഥലമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നീ ശീല പ്രഭുപാദരോട് ഭഗവാൻ പറയും, താങ്കൾ അങ്ങോട്ട് പോകൂ, അവിടെ പോയിട്ട് പുസ്തകം എഴുതാൻ പറയും. പ്രഭുപാദ് വന്നത് യഥാർത്ഥത്തിൽ ആധ്യാത്മിക ലോകത്തിൽ നിന്നാണ്. ഇന്ന് ശീല പ്രഭുപാദർ ആരാണ്, അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യോദ്ദേശം എന്താണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കുന്നത്. So, ഒരു വാട്ടി ശീല ഭക്തി ചരു മഹാരാജ് പ്രഭുപാദ
ഒരു പ്രാവശ്യം ശീല ഭക്തിചാരു സ്വാമി മഹാരാജ് പറയുകയുണ്ടായി, ഭക്തിചാരു മഹാരാജ് ശീല പ്രഭുപാദയുടെ ഒരു പ്രമുഖ ശിഷ്യനിൽ ഒരാളാണ്. Srila Prabhupada will save you from this dangerous ocean of nature and take you back to the spiritual sky. ശീല പ്രഭുപാദനെ കുറിച്ച് ഭക്തിചാരു മഹാരാജ് പറഞ്ഞു, ശീല പ്രഭുപാദ വിൽ സേവ് യു, നിങ്ങളെ ശീല പ്രഭുപാദ തീർച്ചയായും രക്ഷിക്കും. എവിടെ നിന്ന്? ഡേഞ്ചറസ് ഓഷൻ, അതെന്താ പറയാ, ഭയാനകമായ ഈ കടലിൽ നിന്ന്, മെറ്റീരിയൽ നേച്ചർ എന്ന് പറയാം, ഭൗതിക ഈ പറഞ്ഞ കെട്ടുപാടിൽ നിന്ന് നിങ്ങളെ അദ്ദേഹം രക്ഷിക്കും. നിങ്ങൾ എന്നെ ടേക്ക് യു ബാക്ക് ടു ദ സ്പിരിച്വൽ സ്കൈ, തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, യു ആർ ഓൾവേസ് അറ്റാച്ച്ഡ് ടു ഹിസ് ലോട്ടസ് ഫീറ്റ്, അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്ന് ഭക്തിചാരു മഹാരാജ് പറയും. So one day, ஒரு small boy பீச்ல ஏதோ பீச்ல இருந்து கடல்ல போறான். സ്ലൈഡ് നോക്കിയാൽ അറിയാം, ഒരു കടൽക്കര എന്നൊരു ബോയ് അല്ലെങ്കിൽ ഒരു ബാലൻ കടലിനകത്ത് എന്തോ എന്ന് എടുത്ത് എറിയുകയാണ്. So എടുത്ത് അവർ பார்த்தான், என்ன இந்த பையன் பீச்ல எடுத்து கடல்ல போறான். അപ്പൊ അപ്പുറത്ത് നിന്ന് ഒരു വേറൊരു ആള് ഈ പയ്യന്റെ ഈ കാഴ്ചയെ കാണുന്നുണ്ടായിരുന്നു. ഈ ജലത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് എന്താ എറിയുന്നതെന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കും. அவன் கிட்ட வந்து பார்க்கும்போது அவன் பார்க்க சின்ன பையன் ஸ்டார் ஃபிஷ் எடுத்து கடல்ல അദ്ദേഹം കുറച്ച് അടുത്ത് വന്ന് നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്നത് സ്റ്റാർ ഫിഷ് എന്ന ഒരു മത്സ്യത്തിന്റെ പേരാണ്. അതിനെ എടുത്താണ് ഈ കടലിലേക്ക് തിരിച്ചറിയുന്നത്. സോ அந்த அவர் கேட்டாரு, ஐயா நீ என்ன செய்ற, இங்க இருந்து லட்சக்கணக்கான ஸ்டார் ஃபிஷ் இருக்கு, இப்படி நீ எல்லாத்தையும் நீ காப்பாற்ற போற அப்படின்னு. അപ്പൊ അദ്ദേഹം ചോദിക്കും, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇവിടെ ലക്ഷക്കണക്കിന് സ്റ്റാർ ഫിഷ് ഉണ്ട്, ഇതിനെ എല്ലാം പിടിച്ച് ഓരോന്നും നീ പറഞ്ഞ ജലത്തിലേക്ക് എറിഞ്ഞ് അതിനെ രക്ഷിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ அந்த பையன் ஒரு ஸ்டார் ஃபிஷ் எடுத்து கடலில் போட்டு நான் ஒரு ஜீவத்தை காப்பாற்றிட்டேன். അപ്പൊ ഒരു സ്റ്റാർ ഫിഷിനെ എടുത്ത് ആ കടലിലേക്ക് തിരിച്ചെറിഞ്ഞതിന് ശേഷം ആ ബാലൻ പറഞ്ഞു, ഞാൻ ഒരു ജീവനെയെങ്കിലും രക്ഷിച്ചല്ലോ എന്ന് പറയും. So the past I made a difference for how it life. അപ്പൊ ഞാൻ ആ ഒരു ജീവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ജീവന് വേണ്ട ഒരു ജീവിതത്തിൽ ഞാനൊരു വ്യത്യാസം വരുത്തിയില്ലേ എന്ന് ചോദിക്കും. So നമ്മളെല്ലാം இந்த உலகத்தை எல்லாத்தையும் காப்பாற்ற முடியாது. നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവരെയും ഈ ലോകത്തിലെ രക്ഷിക്കാൻ സാധിക്കില്ല. ஆனா ஒரு ஜீவத்தை நீ காப்பாற்றி கிறிஸ்துவை கொண்டு போறீங்கன்னா so much. പക്ഷെ ഒരു ജീവനെയെങ്കിലും നമ്മളുടെ കൃഷ്ണ പാദത്തെ എത്തിച്ചാൽ അതൊരു വലിയ വിജയം തന്നെയാണ് നമുക്ക്. So Srila Bhaktivedanta Maharaj said, if I could perfectly deliver even one soul back home, back to Godhead, I would think my mission from getting Krishna consciousness to be. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ശ്രീല പ്രഭുപാദരുടെ ഗുരു ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, ഐ കുഡ് പെർഫെക്റ്റ്ലി ഡെലിവർ ഈവൻ വൺ സോൾ ബാക്ക് ഹോം, ഒരേ ഒരു ആത്മാവിനെയെങ്കിലും ഈ പറഞ്ഞ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് എത്തിച്ചാൽ എന്റെ ഈ എന്താ പറയാ പ്രചരണ ഈ സത്സംഗം വിജയിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു. In 1965, ஒரு 1965 ஒரு சுவாமி from India 69 சுவாமி மெடிக்கல் போய் மாற்றி இந்த உலகத்தையே மாற்றி 1965 ഒരു സ്വാമിജി 69 വയസ്സുള്ള ഒരു സ്വാമിജി ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു എന്നാ പറയുന്നത്. with the help of few American youth. കുറച്ച് അമേരിക്കൻ യുവാക്കളുടെ സഹായത്തോടെ. ശില പ്രഭുപാദ് കി ജയ്.
Went to America in a cargo ship in 1965, and after an enormous struggle, he established an institution with a handful of young Americans. With them, he started this International Society for Christian Consciousness. Within the short span of 11 years, Srila Prabhupada not only spread this movement practically through all the countries of the world, but he established 108 temples in all the major cities of the world. And this is how we can see that in order to fulfill his prediction, Sri Chaitanya Mahaprabhu reserved the credit to one of his most intimate devotee, and that is His Divine Grace, A.C. Bhaktivedanta Swami Prabhupada. So ஒருவாட்டி சில கோப்பாட்டு அவர் சீட் இருக்கிற உட்காந்து Prabhupada. പ്രഭുപാദർ എപ്പോഴും ഉള്ളത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂടെയാണ്. So Prabhupada said, நீங்கெல்லாம் 100% பிரசித்தம்னாதான் சிஷ்யாட்ட போகும். You must 100% surrender to Krishna. Then only can you go. പ്രഭുപാദർ പറയും, നിങ്ങൾ പൂർണ്ണമായിട്ടും 100% സറണ്ടറായി ശരണാഗതി പ്രാപിച്ചാലേ ഭഗവാനെ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. Then all the disciples were morose, they put on the head. Then Prabhupada could see. Then the devotees thought, how to surrender 100% in Kali. സോ ഈ വിഷയം കേട്ടപ്പോ അവിടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ഭക്തജനങ്ങളുടെ എല്ലാം മുഖത്തൊരു വല്ലാത്തൊരു മ്ലാനത വരികയും അവരെല്ലാം തല കുനിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്,
എങ്ങനെ ഈ കലിയുഗത്തില് 100% സറണ്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ശരണാഗതി പ്രാപിക്കാൻ പറ്റും? Then Prabhupada say, okay, you surrender 90% and go back. അപ്പൊ ശില പ്രഭുപാദ പറഞ്ഞു, നിങ്ങൾ എന്നാൽ വേണ്ട 90% ശരണാഗതി പ്രാപിച്ചാൽ മതി, തിരിച്ചു പോകും. Then still they were so morose. How to surrender 90%? അപ്പൊ വീണ്ടും അവരുടെ മുഖത്ത് ഒരു പ്രസന്നത വന്നില്ല. കാരണം 90% കലിയുഗത്തിൽ എങ്ങനെ സാധിക്കുന്നു, ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കും. Okay, the last, just surrender 75%, we can go back home. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഇത് അവസാനമാണ്, ഒരു 75% നിങ്ങൾ സറണ്ടർ ചെയ്താൽ ഭഗവാനെ തിരിച്ചു പോകും. Prabhupada said, just hold to my dhoti, I'll take you back through the back door. അപ്പൊ ശില പ്രഭുപാദ ലാസ്റ്റ് ആയിട്ട് പറയും, എന്റെ മുണ്ടിനെ പിടിച്ചിരുന്നാ മതി, ഞാൻ നിങ്ങളെ ഈ പറഞ്ഞ സംസാര സമുദ്രത്തെ തരണം ചെയ്യിക്കാം. But Vaikuntha has 7 front doors only. There is no back door. But here Prabhupada says go back door. What do you mean by back door? Back door. Door at the back. പിന്നാടി. Vaikuntha they കണ്ടില്ല. മുന്നിലത്തെ ഏരിയത് പ്രഭുപാദ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അതായത് ബാക്ക് ഡോർ വഴി ഈ പറഞ്ഞ 75% എന്ന് നേരത്തെ പറഞ്ഞില്ലേ നമ്മള്, 100% സറണ്ടർ എന്ന് പറഞ്ഞതിന്റെ അടുത്ത് ഈ ബാക്ക് ഡോർ വഴി ശില പ്രഭുപാദയുടെ ധോത്തിയെ പിടിച്ചാൽ മതി, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ ബാക്ക് ഡോർ എന്ന് പറയുന്നത് ശില പ്രഭുപാദരുടെ കാരുണ്യമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിലൂടെ പോകാമെന്ന് പറഞ്ഞതിന്റെ സവിശേഷത എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അഹൈതികമായ കാരുണ്യം കൊണ്ടാണ്. അല്ലാതെ നമുക്ക് വൈകുണ്ഠത്തിൽ എത്താൻ സാധ്യത വളരെ കുറവാണ്. നമ്മളെല്ലാവരും ശില ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരുണ്യമേ ഉള്ളൂ, അത് ശ്രീല പ്രഭുപാദർ മാത്രമാണ്. ഇത് ശില പ്രഭുപാദരുടെ ഒരു ശിഷ്യനാണ്, ശ്യാം സുന്ദർ പ്രഭു. അദ്ദേഹം വലതുവശമുള്ളതും പ്രദ്യുമ്ന പ്രഭുവും ശില പ്രഭുപാദരുടെ ശിഷ്യനാണ്. ബുക്ക് പഠിക്കുമ്പോൾ സംസ്കൃത് ശ്ലോകങ്ങളാ இருக்குல்ல, അതിന്റെ എഡിറ്റ് பண்ணிட்டு இவரு സംസ്കൃത് പ്രൊഫസർ നമ്മ ശില പ്രഭുപാദരുടെ ബയോഗ്രഫി പഠിച്ചിട്ടുള്ളവർക്ക് അതിനകത്ത് ശ്ലോകം പ്രൂഫ് റീഡിംഗ് ഇവര് സെഞ്ചർ ഏനാ ഇവര് സംസ്കൃത് പ്രൊഫസർ. പ്രദ്യുമ്ന പ്രഭുവാണ് ശില പ്രഭുപാദരുടെ ബുക്കിലുള്ള എല്ലാ ശ്ലോകങ്ങളുടെയും പരിഭാഷപ്പെടുത്തുന്നത്, അതിനെ കറക്റ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു സാൻസ്ക്രിറ്റ് സ്കോളറാണ് പ്രദ്യുമ്ന പ്രഭു. സോ പ്രഭുപാദ ഇറങ്ങി പോയിട്ടുണ്ട് 1977 ഇറങ്ങി പോയിട്ടുണ്ട്. എല്ലാവരും അവൻ ഡിസൈപ്പിൾ അങ്ങ് 1977 ശില പ്രഭുപാദർ ഇഹലോകം വെടിയുകയും, അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവരവരുടെ ശിഷ്യന്മാർ ഓരോ സ്ഥലത്തേക്കായി അവരുടെ സേവനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. കുറെ വർഷങ്ങൾക്ക് ശേഷം ശ്യാം സുന്ദർ പ്രഭു ഈ പറഞ്ഞ പ്രദ്യുമ്ന പ്രഭുവിനെ കാണുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ ശ്യാം സുന്ദർ പ്രഭു ചോദിക്കും, ഇപ്പൊ എന്ത് ചെയ്യുന്നു, കുറെ നാളായി കണ്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ ജോലി ചെയ്യുന്നു. അപ്പൊ യുണൈറ്റഡ് നേഷനിലകത്ത് താങ്കൾ ഏത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ശ്യാം സുന്ദർ പ്രഭു ചോദിച്ചു. உலகத்துல இருக்கு எல்லாம் மதம் அந்த தலைவரை போய் இன்டர்வியூ பண்ணி ഡേറ്റാബേസ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് നേഷന് വേണ്ടി ഈ ലോകത്തിലുള്ള ഒരുപാട് മത നേതാക്കളെ എല്ലാം നേരിട്ട് കണ്ട് അവരിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യും. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, ബ്രഹ്മകുമാരി, ബഹായ് എല്ലാം அவங்க ஹேட் இன்டர்வியூ பண்ணி டேட்டாபேஸ்.
അപ്പൊ അവരുടെ ഈ പറഞ്ഞ പലതരത്തിലുള്ള മത നേതാക്കൾ എന്ന് പറയും പോലെ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതുപോലെ ഹരേ കൃഷ്ണ ഉണ്ട്, ബ്രഹ്മകുമാരീസ് ഉണ്ട്, സായിബാബ ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ തലത്തിലെ മേഖലകളിലുള്ളവരെയും കണ്ട് അദ്ദേഹം ഈ പറഞ്ഞ ഇത് നടത്തി അവരിൽ നിന്നുള്ള ഡേറ്റ അല്ലെങ്കിൽ അവരുടെ വിവരണങ്ങൾ ശേഖരണം ചെയ്യും. ഹരേ കൃഷ്ണ. Shall we wait? ഓട്ടോമാറ്റിക് കണക്ട് ആയിരുന്നോ? ദയവായി എല്ലാവരും ക്ഷമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ജസ്റ്റ് റിമെമ്പർ ചെയ്യുക. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Krishna, Hare Krishna, Krishna Hare
பிரபு சொல்றாங்க நான் வந்து உலகத்துல இருக்க மதம் தலைவരുടെ ഇന്റർവ്യൂ വേണ്ടി ഒരു ഡേറ്റ് ആവശ്യം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സേവനം എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശ്യാംശാന്ത പ്രഭു കേട്ടാണ് டிரான்ஸ்லேட் பண்றது மாத்திரம் இல்ல, அதுக்கப்புறம் லாஸ்ட் என்ன பாயிண்ட் சொல்லணும், லோக மத நேதாக்കളുടെ എല്ലാം ഡേറ്റാ കളക്ട് பண்ணணும். மதம் என்னது இன்ன பத்தி எல்லாம் டேட்டா பேஸ் பண்ணு. அப்ப ശ്യാംശാന്ത പ്രഭു கேட்டாரு, சரி நீ எத்தனை பிரபுபாட் சந்திச்ச, எத்தனை பிரபுபாட் சந்திச்ச, how many Prabhupada you met out there? ഓ ശരി. ഈ കണ്ട ലോക നേതാക്കളിലെ എത്ര പ്രഭുപാദരെ താങ്കൾ കണ്ടു എന്നാണ് ചോദിച്ചത്. Now you know Prabhu said not even one. ഒരാളെ പോലും ഈ ലോക നേതാക്കളുടെ ഇടയിൽ ഒരു പ്രഭുപാദരെ പോലും കാണാൻ സാധിച്ചില്ല എന്ന് പറയും. You know Prabhu said not even close. ഒരാളെ പോലും കാൽ തൂസി കൂടെ എത്തില്ല. കാൽ തൂസി കൂടെ, അതായത് മീൻസ് ഏറ്റവും അതിന്റെ പകുതിയുടെ പകുതി പോലും ആരെയും കിട്ടിയില്ല എന്നാ പറയുന്നത്. നമ്മളെല്ലാം ரொம்ப குறிச்சு வச்சிருக்கணும். We are in the family of Srila Prabhupada. നമ്മളെല്ലാം ഒരുപാട് ഭാഗ്യശാലികളാണ് ശീല പ്രഭുപാദരുടെ ഈ കുടുംബത്തിൽ വന്നു ചേരാൻ. He is not an ordinary guru, he is a Jagat Guru. അദ്ദേഹം ഒരു സാധാരണ ഗുരുവല്ല, അദ്ദേഹം ഈ തന്നെ ഭൂമിയുടെ തന്നെ ജഗത് ഗുരുവാണ്. പ്രഭുപാട് കാലத்துல പ്രഭുപാട് வந்து ஒரு disciple അവർക്ക് കഴിഞ്ഞിട്ടായിട്ടാണ്. ശീല പ്രഭുപാദരൊക്കെ ഒരു ഡിസൈപ്പിൾ ശിഷ്യനുണ്ടായിരുന്നു, ജയ് നിതായ് ദാസ്. ജയ് നിതായ് ദാസ് അവർ തിരുവനന്തപുരം അവരുടെ മണിയും അദ്ദേഹം ജയ് നിതായ് ദാസ് വിവാഹിതനായി. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മാതാജി അവർക്കും 21 വയസ്സ് പ്രായമാണ്. സോ ഒരു കാലത്തിനാല ജയ് നിതായ് ദാസ് ആക്സിഡന്റ് ഒരു സ്റ്റേജിൽ ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജയ് നിതായ് ദാസ് പ്രഭു ഒരു ആക്സിഡന്റിൽ ദേഹം വെടിയുകയും ചെയ്തു. സോ അവർ മണി അഴുകിട്ടേ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് വിലപിച്ചു, ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ടു. അങ്ങനെ അവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം ഈ പറഞ്ഞ മാതാജിയെ വിളിച്ചുകൊണ്ട് ശീല പ്രഭുപാദനെ സമീപിച്ചു. അപ്പൊ അദ്ദേഹം വളരെ ഒരു എന്താ പറയാ പോസിറ്റീവായിട്ട് ശീല പ്രഭുപാദൻ മാതാജിയോട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, അങ്ങയുടെ ഭർത്താവ് ജയ് നിതായ് ദാസ് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചെത്തി. അപ്പൊ എല്ലാം ഡിവോട്ടി എല്ലാം പേശിക്കിട്ടാங்க. ജയ് നിതായ് ദാസ് இப்பதான் ஒரு வருஷம் மறை கிருஷ்ணன் வந்து இப்படி ஒரு வருஷத்துல தூய்மை ஆயிட்டாரு, இப்படி போக முடியும் அப்படின்னு ரூமர். ഡിവോട്ടീസുകൾക്കിടെ ഇത് കേട്ട ഉടനെ തന്നെ പരക്കെ ഒരു ചർച്ചയുണ്ടായി. ഈ ജയ് നിതായ് ദാസ് ആകെ ഒരു വർഷമല്ലേ ആയുള്ളൂടെ വന്നിട്ട്, അതിനു മുന്നേ ഇത്രയും പരിശുദ്ധനായോ ഇങ്ങനെ സംഭവിക്കാൻ എന്നുള്ളൊരു മുറുമുറുക്കം സംഭവിച്ചു ഡിവോട്ടീസിനിടയിൽ. സോ എല്ലാ ഡിവോട്ടീസ് പ്രഭുപാദിന് മണിയില കൺസോൾ പண்றதுக்காக അപ്പൊ അവരുള്ള ബാക്കിയുള്ള കുറച്ച് ഡിവോട്ടീസ് പറഞ്ഞു അത് ആ ഭാര്യയെ അദ്ദേഹം സമാധാനിപ്പിക്കാൻ വേണ്ടി ശീല പ്രഭുപാദൻ അങ്ങനെ പറഞ്ഞതായിരിക്കും. So 6 മാസം സെന്റ് Dhanavir Goswami Maharaj was a servant of Prabhupada. 6 months later, Dhanavir Goswami Maharaj, he was a servant of Prabhupada. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ധനവീർ മഹാരാജ് എന്ന് പറയുന്ന ഭക്തൻ ശീല പ്രഭുപാദന്റെ പേഴ്സണൽ സർവന്റ് ആയിട്ട് വന്നു. Maharaj was Das Brahmachari, but now he was now that time he is sorry അദ്ദേഹം ബ്രഹ്മചാരി ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം സന്യാസിയാണ്. So Dhanavir Goswami Maharaj asked Prabhupada 6 மாசம் சென்று பக்த ஜெய் நிதாய് பேசுறாரு, இங்கிலீஷ் சொன்னீங்க அவரு கிருஷ்ணத்தை பேசுறாரு. അപ്പൊ ധനവീർ ദാസ് പ്രഭു ശീല പ്രഭുപാദോട് ചോദിക്കും, പ്രഭുപാദ് ഇപ്പൊ ഒരു 6 മാസമായി ഈ പറഞ്ഞ ജയ് നിതായ് പ്രഭു പോയെന്ന് പറഞ്ഞു, പക്ഷെ അങ്ങ് പറഞ്ഞു അദ്ദേഹം ഭഗവാന്റെ അടുത്തെത്തി എന്നും അങ്ങ് പറഞ്ഞു. All of us know he was only 1 year in meditation. How we can get purified within 1 year and go back home to Krishna? നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വന്നിട്ട് 1 കൊല്ല കാലാവധിയെ ആയിട്ടുള്ളൂ ഹരേ കൃഷ്ണ പ്രസ്ഥാനമായിട്ട്. ഈ 1 കൊല്ല കാലാവധിയിൽ എങ്ങനെ ഇത്രയും പരിശുദ്ധനായിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറ്റി എന്നുള്ള മട്ടിൽ ചോദിക്കും. Jai Nitai Das is not qualified to go back home.
അദ്ദേഹം ജയനിതായ് ദാസ് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ യോഗ്യതയില്ലായിരുന്നു. But I gave him the qualification. ഞാൻ ആ ഒരു സവിശേഷത അദ്ദേഹത്തിന് നൽകി. ചില പ്രഭുപാദ് ടീച്ചർ. So all of us gonna go back to Krishna by Srila Prabhupada. എല്ലാവർക്കും ഈ പറഞ്ഞ ഇതിനകത്തുള്ള എല്ലാവർക്കും തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ഒരേ ഒരു കാരുണ്യം എന്ന് പറയുന്നത് ശില പ്രഭുപാദൻ തന്നെയാണ്. This way, gradually, I began attached to these going on activities, and by the grace of Krishna, my business also was not going very well. Krishna says, "Jasaho Gildani, Visitatamasa." If somebody wants to be actually devotee of Krishna, at the same time keeps his material attachment, then Krishna's business is he takes out everything material so that some person will become, as we say, dependent on Krishna. So that actually happened to my life. I was obliged to come to this movement to take up this very seriously. And I was dreaming that Bhaktisiddhanta Saraswati Thakur is calling me, please come out with me. So I was sometimes horrified. Oh, these I have to give up my family life. Bhaktisiddhanta Saraswati Thakur is calling me. I have to take sannyas. Oh, I was horrified. But I saw several times calling. Any man, it is by his grace I was forced to give up my family life and so-called business life. And he brought me somewhere or other in preaching his gospel. So, this is a memorable day. What he deserved. I am trying a little bit, and you are all helping me. So I have to thank you more. You are actually representative of my Guru Maharaj. Because you are helping me in executing the order of my Guru Maharaj. Thank you very much. Jai. If I agree one month, that is sufficient. I don't want many stars. That was my Guru Maharaj principle. And that is my principle. അങ്ങനെ ശില പ്രഭുപാദ നമ്മൾ ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു മഹാരാജന്റെ കണ്ടിന്യൂസ് ആയ വിളി കൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഈ മിഷനിലേക്ക് വരികയും ആ ഒരു ഒറ്റ മിഷൻ തന്നെ അദ്ദേഹത്തിന്റെ ഗുരു മഹാരാജനെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. What is the use of having many fools in rascal? ഒരുപാട് ഈ പറഞ്ഞ പോലെ ആൾക്കാരുള്ളതില് അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ അല്ലെങ്കിൽ അറിവില്ലാത്തവരെ വെച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? One man understand rightly, he can believe the whole world. അതാണ് ഒരു യഥാർത്ഥമായ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഈ പറഞ്ഞ വിഷയത്തെ മനസ്സിലാക്കാൻ സാധിച്ച ഈ ലോകത്തെ തന്നെ മാറ്റാൻ സാധിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. So life story of Prabhupada. പ്രഭുപാദന്റെ ജീവചരിത്രമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. He became a devotee of Lord Krishna at a young age and loved to visit temple. In fact, he was so devoted that he preferred to pray to the Lord instead of praying with his friends. ശില പ്രഭുപാദൻ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവാന്റെ ഭക്തനായിരുന്നു.
അത് ആ സമയത്ത് അദ്ദേഹം കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോലും താല്പര്യപ്പെടാത്തൊരു വിധത്തിൽ ഭക്തിയിൽ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. In 1922, he first met Srila Bhaktivedanta Saraswati Goswami, prominent devotion scholar and the founder of 64 branches of Gaudiya Math. Goswami took a liking to the devout young man and asked him on their way on their very first meeting to spread Vedic knowledge through the English language in the world. 1922 ശീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ഗുരുമഹാരാജായ ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനെ കാണുകയും പ്രോമിനന്റ് ഡിവോഷണൽ സ്കോളർ ആയിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്. അതുപോലെ ഫൗണ്ടറാചാര്യായിരുന്നു 64 ഈ പറഞ്ഞ ഗൗഡിയ മഠങ്ങളിൽ. ഗോസ്വാമി ടൂക്കിംഗ് എ ലൈക്കിംഗ് ടുവാർഡ്സ് അന്ന് ശീല പ്രഭുപാദ ആ യുവത്വമായ ശീല പ്രഭുപാദയുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം ചോദിച്ചു, ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ചോദിച്ചു, ഈ നമ്മളുടെ വേദസാഹിത്യങ്ങളെ അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങളെ ഈ പാശ്ചാത്യ ലോകത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാവന ചെയ്യാൻ അങ്ങേക്ക് സാധിക്കുമോ എന്ന് ചില ഭക്തി സിദ്ധാന്ത മഹാരാജ് ചോദിക്കും. ഫസ്റ്റ് മീറ്റിംഗ് Abhay Charan became his Divine Grace adult student, and several years later he formally initiated disciple at Allahabad. 1933 ശീല പ്രഭുപാദർ ദീക്ഷ സ്വീകരിക്കുന്നത്. അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഫോളോവറായി ശീല പ്രഭുപാദ്. അതിനുശേഷം ഫോർമലി, അതായത് ആധികാരികമായിട്ട് ദീക്ഷ വാങ്ങിക്കുന്നത് 1933. 1944 he started the publication called Back to Godhead. ഒരു കാര്യം എല്ലാവരും ഓർത്തോണം, 1944 തുടങ്ങിയതാണ് നമ്മൾ Back to Godhead book. From his home in Calcutta, the magazine which aimed at spreading Krishna consciousness. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഗ്രന്ഥമാണ് ഈ പറഞ്ഞ Back to Godhead, which aimed at, was published and distributed in a single-handedly during the initial days. തുടക്കകാലത്ത് നമ്മൾ ഇന്ന് ബുക്ക് പ്രഭു കൊണ്ട് വിൽക്കുന്നത് പോലെ ചില പ്രഭുപാദർ ഓരോരുത്തരുടെയും വീട്ടിൽ കൊണ്ട് ഈ ഭക്തി ബാക്ക് ടു ഗോഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഹി വാസ് ദ മാഗസീൻ സോൾ എഡിറ്റർ, ഡിസൈനർ, പബ്ലിഷർ, എഡിറ്റർ, കോപ്പി എഡിറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. ആ ബുക്കിന്റെ പൂർണ്ണ ചുമതലയും ചില പ്രഭുപാദർ മാത്രമായിരുന്നു. വിൽക്കുന്നതും തയ്യാറിക്കുന്നതും അതിനെ എഡിറ്റ് ചെയ്യുന്നതും അതിനെ ഡിസൈൻ ചെയ്യുന്നതും ഉൾപ്പെടെ എല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തതാണ് പ്രഭു. A married man with a family, by now Srila Prabhupada retired from married life at the age of 54, 1950. അദ്ദേഹം അന്ന് വിവാഹിതനായിരുന്നു. ആദ്യകാലത്തെ ഭക്തി സിദ്ധാന്ത മഹാരാജിനെ കണ്ട വേളയിൽ. ഇന്ന് 1950 54 വയസ്സിൽ അദ്ദേഹം വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തു വരികയും ആഫ്റ്റർ 4 years he adopted the വാനപ്രസ്ഥ. 4 വർഷത്തിന് ശേഷം വാനപ്രസ്ഥം സ്വീകരിക്കുകയും order to devote more time with the devotional prayer. അതായത് ഭക്തിയിലേക്കായി കൂടുതൽ മുന്നേറാൻ അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ചു. He then traveled to the holy city Vrindavana, where he became involved in years of the study and writing. അതിനുശേഷം വാനപ്രസ്ഥം സ്വീകരിച്ചതിന് ശേഷം പ്രഭുപാദനം വൃന്ദാവനത്തിലേക്കായി പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ കൂടുതൽ സമയം ചെലവഴിക്കുകയും കൂടുതലായി ഭക്തി കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനെ എഴുതാനും തുടങ്ങി. He lived a very humble life in 1959 he renounced his all worldly ties and took a sannyas. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് എളിമത്തമായ ജീവിതം നയിച്ചുകൊണ്ട് 1959 ശില പ്രഭുപാദർ സന്യാസം സ്വീകരിച്ചു. The same year he began working on what would become his masterpiece, a multi-volume of translation and commentary on the 18,000 verses of Srimad Bhagavata Purana. അങ്ങനെ ആ വർഷം തന്നെ 59-ാം വർഷം തന്നെ ശീല പ്രഭുപാദർ വർക്കിംഗ്, അതായത് ഈ പറഞ്ഞ 18,000 ശ്ലോകങ്ങളുടെ ശ്രീമദ് ഭാഗവതന്റെ പ്രവർത്തനം ട്രാൻസ്ലേഷൻ ആരംഭിച്ചു. The next 6 years on his life were spent in intense Krishna consciousness, Krishna Bhakti. അതിനുശേഷമുള്ള 6 വർഷം, 59 ശേഷമുള്ള 6 വർഷം അദ്ദേഹം വളരെ ഡീപ്പായിട്ട് അദ്ദേഹം ഭക്തിക്ക് വേണ്ടി സമയം കണ്ടെത്തി. He took darshan of Madan Mohan, Govindaji, Gopinath and Radha Ramana regularly. ഈ പറഞ്ഞ 4 വിഗ്രഹങ്ങൾ വൃന്ദാവനത്ത് പോയവർക്ക് അറിയാം. രാധാ, ഗോപിനാഥ്, മദൻ മോഹൻ, ഗോവിന്ദി, അതുപോലെ രാധാരമൺ. Performed intensive Krishna bhajan. During bhajan he received the blessings and guidance from Srila Rupa Goswami. അങ്ങനെ ഈ 4 പേരെയും ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കൂടുതൽ സേവനം ചെയ്ത പ്രകാരം ശ്രീല പ്രഭുപാദർക്ക് രൂപ ഗോസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചു.
He finally got the chance to travel to West in 1965. 1965 അവസാനമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത് ഈ പറഞ്ഞ കടൽ കടക്കാനായി. When he bought to the steamship found from Calcutta to New York City. അതായത് ഈ ചരക്ക് കപ്പലിലാണ് കൽക്കട്ടയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോകാനായി. He was 69. ആ സമയത്ത് ശില പ്രഭുപാദരുടെ വയസ്സ് 69. But he was determined to spread the Krishna consciousness to people of the West. പാശ്ചാത്യ ലോകത്തിലേക്ക് ഈ പറഞ്ഞ കൃഷ്ണ ഭക്തിയെ എത്തിക്കണം എന്നതിൽ ദൃഢവ്രതനായിരുന്നു ശില പ്രഭുപാദൻ. He founded the International Society for Krishna Consciousness, ISKCON, also known as the Hare Krishna Movement, in 1966 in New York City. Haribol. അങ്ങനെ 1966 ന്യൂയോർക്ക് സിറ്റിയിൽ ശില പ്രഭുപാദ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഓർ ഹരേ കൃഷ്ണ മൂവ്മെന്റ് തുടങ്ങി. The founding of this organization launched one of the fastest growing spiritual movements in the history of the world. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ രീതിയിൽ പ്രചാരണത്തിൽ വന്ന ആധ്യാത്മിക പ്രസ്ഥാനം എന്ന നാമധേയം ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ലഭിച്ചു. Addressed Srila Prabhupada from the late 1960s, he proceeded to inspire thousands of people, both Westerners and Indians. അങ്ങനെ ശ്രീല പ്രഭുപാദർ എന്ന നാമധേയം ലഭിച്ചതിന് ശേഷം 1960 അദ്ദേഹം ഒരുപാട് ഭക്തജനങ്ങളെ, അതായത് പാശ്ചാത്യരെയും ഇന്ത്യരെയും ഇതിലേക്ക് ആകർഷിക്കാനായി പ്രചാരം ചെയ്യാൻ തുടങ്ങി. To devote their lives to Krishna consciousness. Once ISKCON was well established in the US, he started working towards spreading the organization mission to the other countries. അങ്ങനെ USA-ല് അമേരിക്കയിൽ ഈ പ്രസ്ഥാനം ഒന്ന് ഉറച്ചതിന് ശേഷം അദ്ദേഹം ഇതിനെ കൂടുതൽ വിപുലീകരിക്കാൻ, പല നാടുകളിലേക്ക് വിപുലീകരിക്കാനായി തയ്യാറെടുക്കുകയുണ്ടായി. In spite of his advancing age, he was deeply devoted to his cause and spent the 1970s traveling around the world, establishing over 100 Radhakrishna temples in all the major cities of the America, Europe, Africa, India, Asia and Australia. അങ്ങനെ വളരെ ഈ പറഞ്ഞ പ്രായാധിക്യത്തെ കൊണ്ടും ഇരുന്ന ഈ ഒരു അവസ്ഥയിലും ശില പ്രഭുപാദർ ഒരുപാട് തരത്തില് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് 1970 യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ വേൾഡ് ടൂർ ആരംഭിക്കുകയും അതിലൂടെ അദ്ദേഹം 100 കണക്കിന് അല്ലെങ്കിൽ 100-ൽ കൂടുതൽ രാധാകൃഷ്ണ ക്ഷേത്രം ഈ പറഞ്ഞ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഇന്ത്യ, ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം സ്ഥാപിച്ചു. He also gained a huge following, disciples sailing from different countries and initiated total 5,000 sincere disciples. അങ്ങനെ ഈ പറഞ്ഞ പ്രചാരത്തിന്റെ ഭാഗമായി ഒരുപാട് ക്ഷേത്രങ്ങൾ വന്നതിന് പിന്നാലെ ശില പ്രഭുപാദർക്ക് ഒഫീഷ്യലി 5000 സിൻസിയർ ഡിസൈപ്പിൾസിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചു. Srila Prabhupada is the best remembered as the founder of the International Society for Krishna Consciousness, ISKCON, in New York City. അങ്ങനെ ശീല പ്രഭുപാദരെ എല്ലാവരും ഓർക്കാൻ തുടങ്ങി ഈ പറഞ്ഞ ഇസ്കോണിന്റെ സ്ഥാപകാചാര്യനായിട്ട്. The society which he initially struggled to establish soon became fastest growing movement and today is worldwide confederation of more than 550 centers including 60 farm communities, 50 schools and 90 restaurants. Haribol. അങ്ങനെ അതെല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. എന്തെങ്കിലും വിട്ടുപോയില്ല, സ്ലൈഡ് മാറ്റിയുണ്ടാണ്. He also a prolific writer who translated and authored several books. അങ്ങനെ അദ്ദേഹം ആധികാരികമായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളെ തർജ്ജിമ ചെയ്തു ഓവർ ലാസ്റ്റ് 2 decades. ആ സമയത്ത് ഏതാണ്ട് 20 കൊല്ലത്തോളം ചേർന്ന് ഹിസ് ലൈഫ്. He translated over 60 volumes of classic Vedic scriptures into English language. അങ്ങനെ പല ഭാഷകളിലായിരുന്ന, ബംഗാളിയിലും ഈ സംസ്കൃതത്തിലൊക്കെ ഇരുന്ന പല വേദശാസ്ത്രങ്ങളെ അദ്ദേഹം 60 വോളിയം ക്ലാസിക് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. His books are popular all over the world and have been translated into several different languages. അതിനുശേഷം ഈ ബുക്ക് വളരെ പ്രചാരം ഏൽക്കുകയും അതിനുശേഷം ഇത് ഒരുപാട് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. Srila Prabhupada's life masterpiece, Srimad Bhagavatam.
Srila Prabhupada on glories of Bhagavad Gita. There is no comparison, there is no competition. Everyone is for the good of the human side. Everyone, each and everyone. Therefore, we stress so much in the book distribution. Somehow or other, if the book goes in one's hand, he will make it. At least we will see, they have taken so much prize. Let me see what is there. If it is one sloka, his life will be successful. If it is one sloka, one word, this is such nice things. Therefore you are stressing so much. Please distribute good, distribute good, distribute good. Great on Mridanga. We are chanting, playing on Mridanga. It is hard within this room a little more. But this Mridanga will go home to home, country to country, community to community. This Mridanga. ഇത് ഭാഗവത്തിന്റെ മാഹാത്മ്യമല്ലേ, ഭാഗവത്തിന്റെ ഇമ്പോർട്ടൻസ് ശ്രീല പ്രഭുപാദ. The transcendental knowledge through Guru Parampara, succession. So we have to simply take an instruction from Guru, and if we execute that to our heart and soul, that is success. That is practical. I have no personal qualification, but I simply try to satisfy my Guru. That's all. My Guru Maharaj asked me that if you get some money, you print books. Yeah. So I took up this from his mom, that he is very fond of books. And he told me personally, when if you get some money, print books. Therefore I am stressing on this book. Where is book, where is book, where is book? So kindly help me. This is my request. Print as many books in as many languages and distribute throughout the whole world. Then Krishna consciousness of man will automatically increase. Srila Prabhupada left the mortal world on November 14, 1977 at the age of 81. അങ്ങനെ ശീല പ്രഭുപാദർ അദ്ദേഹത്തിന് ഇഹലോകവാസം വെടിഞ്ഞ് ഭഗവാനിലേക്ക് പോയ വർഷം എന്ന് പറയുന്നത് 1977 നവംബർ 14 A number of memorial samadhis and shrines were constructed all over the world by the followers in ISKCON. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ലോകത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ സമാധിയും അദ്ദേഹത്തിന്റെ സ്മരണ മന്ദിരവും സ്ഥാപിച്ചിട്ടുണ്ട്. My dear boys and girls, about 6 years ago, I came to your country single-handed with this pair of symbols. Now, you are so many chanting Hare Krishna. That is my success. Lord Chaitanya desired that in all the towns, in as many towns and villages as they are on the surface of the globe, my name will be broadcast. My plan was, if I can convince the younger generation of America, they will take off. I am an old man. I came here at the age of 70 years. Now I am 76. So, my warning is already there. 1971, I had a severe heart attack
in all. So, the mission of Chaitanya Mahaprabhu is now in your hand. If you kindly take this Krishna consciousness movement seriously, your country will be saved and the whole world will be saved. Jai. சில பக்தி புருஷத்து மாணவர்கள் ப்ரோபாட் இந்த உலகத்துக்கு 2 காட்டுகள் கொடுத்தார். ஒன்று டான்சிங் காட், ஒன்று ஈட்டிங் காட். ചില പ്രഭുപാദ ഈ ലോകത്തിലേക്ക് 2 ഭഗവാനെ സമ്മാനിച്ചു. ഒന്ന് ഡാൻസിങ് ലോർഡ്, ഡാൻസ് കളിക്കുന്ന ഭഗവാൻ, അതായത് ഗൗർനിത്തായി. രണ്ടാമത്തത് ഈറ്റിംഗ് ലോർഡ്, അതായത് പ്രസാദം കഴിക്കുന്ന ഭഗവാൻ, ജഗന്നാഥ് ബലദേവ് സുഭദ്ര. ഭക്തി പുരുഷോത്തം മഹാരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. What is Yuga Dharma? What is Bhakti Dharma? Ask the question, what is Yuga Dharma? എന്താണ് നമ്മളുടെ യുഗധർമ്മം എന്ന് ചോദിക്കുന്നു. Hare Krishna, chanting Hare Krishna, but Maharaj said, പക്ഷെ മഹാരാജ് പറഞ്ഞു, ഭക്തി പുരുഷോത്തം മഹാരാജ് പറഞ്ഞു വൈഷ്ണവ സേവ. so Rodi Gauranga Prabhu class, 2 குணம் நம்மளுக்கு வேணும். ஒரு ஓரம் வந்து ரிலேஷன்ஷிப் ரொம்ப நாள் இருக்கிறதுனா 2 ஓரம். അതായത് നമ്മളുടെ ജീവിതത്തില് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ 2 ക്വാളിറ്റീസ്, 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഒന്ന് ക്ഷമ വേണം, അതുപോലെ ഒന്ന് സഹിക്കാനും പഠിക്കണം. ക്ഷമിക്കുകയും സഹിക്കുകയും. ടു ബിക്കേം ഇസ്കോൺ ഈസ് വെരി, അതായത് ഇസ്കോൺ ആകുക എന്നുള്ളത് വളരെ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. ഇസ്കോണിൽ വരുന്നത് കഷ്ടമാണ്, പക്ഷെ ഇസ്കോണിൽ നിൽക്കുന്നത് അതിനെക്കാട്ടിലും കഷ്ടമാണ്. ടു റിമെയിൻ ഹാപ്പിലി ഇൻ ഇസ്കോൺ, അതായത് വരുന്നത് കഷ്ടം, നിൽക്കുന്നത് അതോടെ കഷ്ടം. സന്തോഷമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതിലും ഏറ്റവും കഠിനമെന്ന് ചില പ്രഭാതന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പറയും പക്ഷെ പ്രഭുപാദർ അതിനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ഇഫ് വൺ കനോട്ട് റിമെയിൻ, ഒരാൾക്ക് ഇസ്കോണിൽ നിൽക്കാൻ പറ്റില്ല, എന്ത് ക്ഷമയില്ലാത്തവർക്ക് ഒരു കാരണവശാലും പറ്റൂല എന്ന് പറയുന്നുണ്ട്. You can show your love to me by walking cooperatively up the aisle. ചില പ്രഭുപാദർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോടുള്ള ലവ് ഇല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം എങ്ങനെ കാണിക്കാം? ഞാൻ പോയതിനു ശേഷം നിങ്ങൾ പരസ്പരമുള്ള സഹകരണം. How we are respecting each other. Jai. Thank you very much. Srila Prabhupada. After listening to this class, understanding Prabhupada movement, what you going to do to help Prabhupada? ഓക്കെ, ശില പ്രഭുവിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശില പ്രഭുപാദരെ കുറിച്ച് കേൾക്കുകയും കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടു. ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ശീല പ്രഭുപാദരുടെ മിഷനെ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഇല്ല, വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ് ടു ഹെൽപ്പ് ദിസ് മിഷൻ? ആർക്ക് വേണമെങ്കിലും പറയാം. ക്വസ്റ്റ്യൻ ഈസ് ഫോർ ഓൾ. ഓ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ബുക്സ് പ്രഭു. Very good. പിന്നെ പേരെടുക്കാം. ആരാണ് പറഞ്ഞത്? Prabhu is ready to collect the names, those who are telling the name. Where? Distributing books, very good one. Prabhupada ipo parayallo, if you want to show your love towards me, you have to cooperate and engage after I left. അപ്പോൾ നമ്മള് പ്രഭുപാദനെ കണ്ടിട്ടില്ല, ബട്ട് ഈ വേയിലൂടെ വേണം നമുക്ക് we have to show our love to Prabhupada. Which way? Not only cooperation, but also serving also is part. Vaishnava Seva. Vaishnava Seva. Prabhu സാരമില്ല, മാതായി സൈഡിൽ നിന്ന് 2 പേരായി. സ്റ്റഡി ബുക്സ്. Reading proper books. Prabhu സാരമില്ലേ? Cooperatively working together. Devotee Association.
Spreading Harinam. Wonderful. How you can have the mission? This people, Harinam. Devotee association, yes, but what is that? Proper mission. What is proper mission? Spreading Krishna consciousness. Yes. So how you going to have that? ഹരേ കൃഷ്ണ. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ പ്രഭുപാദന്റെ മിഷൻ ആക്ച്വലി എന്താണ്? സ്പ്രെഡിങ് ദിസ് കൃഷ്ണ കോൺഷ്യസ്നസ് ഓൾ ഓവർ ദ വേൾഡ്. അതിന് നമ്മൾ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഉലകത്ത് പോകണ്ട, പ്രഭു കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ന ഏരിയ ചെയ്താലേ പോകും. മലേഷ്യ പ്രഭു பாத்துக்கிறேன் பட் நம்ம இங்க எவ்வளவு டேக் கேர் பண்றோங்கிறத. Kerala very important because the Christianity and Muslim are spreading very fast. ക്രിസ്ത്യാനിറ്റി ആൻഡ് ഈ പറഞ്ഞ ഇസ്ലാമിസം നന്നായിട്ട് കേരളത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. Hindu only 50%. നമ്മളുടെ ശതമാനം വളരെ കുറവാണ്, 50% താഴെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഈ കൃഷ്ണഭക്തി നന്നായിട്ട് പ്രചരിപ്പിക്കണം. ഒരുപാട് ആൾക്കാരിൽ ഈ പറഞ്ഞ പ്രഭുപാദരുടെ ഈ പുസ്തകം അല്ലെങ്കിൽ പ്രഭുപാദന്റെ മിഷൻ എത്തണം എന്നുള്ളതാണ് പ്രഭുവിന്റെ റിക്വസ്റ്റ്. കാരണം പ്രഭു is traveling so many places, so he know the pulse and nature of the all places, how they are handling, how they are dealing, how they are spreading their mission. അപ്പം നമ്മളുടെ ജോലിയാണ് ആസ് എ കേരളീസ്. പ്രഭു നേരത്തെ പറഞ്ഞല്ലോ മലേഷ്യ പ്രഭു നോക്കാന്ന് പറഞ്ഞു. ആസ് എ കേരള നമ്മൾ we have to take that challenge. We have to spread this moment as maximum. Okay, next is quiz. അടുത്ത പ്രഭുവിന്റെ ചെറിയ ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ്. കിഡ്സ് കുട്ടികളെല്ലാം ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കാവോ? കുട്ടികളെല്ലാം മുന്നോട്ട് വരൂ. ആര്യമാരുടെ മക്കളൊക്കെ വരണം ഫ്രണ്ടിലോട്ട്. പതിപ്പുകളുടെ മക്കളൊക്കെ വരണം ഫ്രണ്ടിലോട്ട്. ചൈതന്യപ്രയോട് മക്കൾ വന്നിട്ടുണ്ടോ? ആർക്ക് ഉത്തരം അറിയാമോ അവര് കൈ പൊക്കണം. ഓക്കെ, പറയരുത്, കൈ പൊക്കണം. റൈസ് ദയർ ഹാൻഡ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം. Srila Prabhupada give to the world two gods. Who are they? രണ്ട് ഭഗവാന്മാരെ ഈ ലോകത്തിലേക്ക് തന്നു. Jagannath, Balabhadra, Subhadra and Gauranga. ഗിഫ്റ്റ് പ്രഭുവിന്റെ ഗിഫ്റ്റ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ആൾക്കാർ ആൻസർ. According to Gauranga Prabhu, there are two qualities needed to nothing. അടുത്ത ചോദ്യം. ഗൗരംഗ പ്രഭു പറഞ്ഞ രണ്ട് ക്വാളിറ്റീസ് ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇത് തെരിയില്ലെന്ന് ക്ലാസ് നമുക്ക് ഇതായിട്ടോ കടേസിയാ പറഞ്ഞു. ഹൈലൈറ്റ് പഠിപ്പിക്കുന്നത് രണ്ട് കാര്യം. ടു തിങ്സ്. ചിൽഡ്രൻ വേണ്ടപ്പോ Nobody, yeah? Okay. Yeah, this. വേറെ ആർക്കെങ്കിലും അറിയാമോ? Children. No. I want children to think because ഫോട്ടോ എന്നിട്ട് ചൊല്ലണം. okay.
We skip. Answer is tolerance and forgiving. Okay, third question. Third question, listen. What is proper? Oh, Dingala. Anybody know? പ്രഭുപാദരുടെ ഫാദറിന്റെ One പേര്. solanga. Our person. അപ്പാവുടെ പേര്. പ്രഭുപാദരുടെ അച്ഛന്റെ പേര്. എപ്പോഴും നമ്മൾ ചൊല്ലുന്നതാണ്. We are always reciting his father's name. Sorry, very difficult. Okay, never mind. Gaur Mohan Dey. Okay, Mataji. Okay, Shri Mataji. Mataji. Now for Mataji. Now for Mataji's. You not raise up your hand. What is the meaning of ISKCON? Which it would register where it was? ഇസ്കോണിന്റെ മിഷന്റെ ഫുൾ ഫോം എന്താണ്, ഏത് വർഷം അത് സ്ഥാപിച്ചു, ഏത് സ്ഥലത്ത് അത് സ്ഥാപിച്ചു? Okay, she raised up. Yes, Abhinav, good. Meaning of ISKCON. Mataji. Society for Krishna Consciousness. Okay, very good. Which year register? 1977. No. No, 66. Okay, very good. Where it was registered? UK. Not UK. USA. Okay, New York, US. Okay. Jagannath, what's your name? Rani. Rani. Hare Krishna. Okay. Okay, next, Mataji. മാതാജിക്കുള്ള കേൾവികൾ. What are the two main services which please? ചില പ്രഭുപാദരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന രണ്ട് സേവനങ്ങൾ. Okay, Mataji. Food distribution and preaching. Okay, very good. Don't answer, raise up your hand. Raise up. Okay, Mataji, last question. According to Srila Bhakti-Islam, അടുത്തത് what is the actual Yuga Dharma of Kali Yuga? Vaishnava. Very good. Thank you, Mataji. Hare Krishna. Okay, Prabhus. അടുത്ത പ്രഭുക്കുള്ള കേൾവി. എല്ലാരും സമ്മാനം വാങ്ങിച്ചു. ഇനി നമ്മളെ സൈഡാണ്. Prabhus. Srila Prabhupada went to America on the ship in a day. Itna Vaishnava, itna Vasa. ഏത് വർഷം ഏത് വയസ്സിൽ? Okay, Prabhu. 1969. Okay, what name of the ship? Age of 69. Ship, name of the ship. Haribol. Let me answer. Itna parse avurdan irukkum. Okay, let him answer. Okay, age 69. Chalandrika. Year. Which year? Which year? Let him answer now. Prabhu. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കുന്നു. 1960. Okay, please come, Prabhu. ഹരിബോൾ. Okay, come. Thank you, Prabhu. Hare Krishna. Okay, next question to Prabhu. Prabhu, Mataji, please keep quiet, please. ആൻസർ അറിയാവുന്നവർ ദയവായിട്ട് മിണ്ടരുത്. അപേക്ഷയാണ്. ആൻസർ അറിയാവുന്നവർ കീപ് സൈലന്റ്. Putaniga, well, okay, now Prabhu start. കീ ചെയിൻ മേടിച്ച ആൾക്കാർ പറയരുത്, കൊടുത്ത് കീ ചെയിൻ തിരിച്ച് മേടിച്ചോളൂ. മിണ്ടാതിരുന്നാണ്. Okay, Prabhu, when Srila Prabhupada left this world? ഏത് വർഷം? വെരി ഗുഡ്, വെരി ഗുഡ്. Okay, last question of Prabhu's. പ്രഭുസിനുള്ള അവസാന ചോദ്യം. Who is Srila Prabhupada's spiritual guru? Okay. Very good.
Srila Prabhupada teacher. Jai. Okay, Prabhu, I want the children to come. Those who never get present to come, I'll give them a gift. ആർക്കാണ് സമ്മാനം കിട്ടാത്തവർ അവർ മുന്നോട്ട് വരും, കുട്ടികൾ മാത്രം. Others get. Okay. Okay. Well, give me a you can continue with your national one. ഹരേ കൃഷ്ണ. പ്രഭു ശർമാജി, ഇത് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് വിചാരിക്കണം. കാരണം ശില പ്രഭുപാദിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ടും കുറെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം നല്ല സ്ലൈഡോട് കൂടി പ്രഭുപാദിന്റെ എന്താ പറയാ പഴയ വീഡിയോസ് എല്ലാം കമ്പയർ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സ്ലൈഡ് ഷോ ആണ് അദ്ദേഹം നമുക്ക് തന്നത്. അതുപോലെ തന്നെ ശില പ്രഭുപാദിന്റെ മിഷനെ കുറിച്ചും ശില പ്രഭുപാദിന്റെ എഫേർട്സിനെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് സ്ലൈഡ് വൈസ് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഇത്രയും നല്ലൊരു നന്ദി നമ്മളുടെ ഭാഷയിൽ മഹാമന്ത്രം ഉറക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു പ്രഭു. അതുപോലെ തന്നെ ഇന്ന് ഈവനിങ് 7 to 8 സെമിനാർ ഹാളിൽ പ്രഭുവിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെല്ലാം പങ്കെടുക്കാൻ സാധിക്കുമോ ദയവായിട്ട് അവർ വരണം. മനോഹരമായ ക്ലാസ്. 6 to 7 ആണ്. സോറി 6 to 8. സോറി, മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. 6 മുതൽ 8 വരെ. അപ്പൊ എല്ലാവരുടെയും വിനീതമായ പങ്കാളിത്തം ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം ഇന്ന് വൈകിട്ടത്തേക്കും അതുപോലെ വരും ദിവസങ്ങളിൽ നാളെ മുതലുള്ള ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പോകാനുള്ള യാത്രയെ കുറിച്ചുള്ളതാണ്. അപ്പൊ എല്ലാവരും അത് വളരെ സീരിയസ് ആയിട്ട് വന്ന് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് പ്രസാദ സേവയിലേക്ക്. ഹരേ കൃഷ്ണ.